അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് കേട്ടോ. ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് പോകണമായിരുന്നു. ഏകദേശം ഒരു 5:15 5:30 ആയിട്ടുള്ളൂ കേട്ടോ ടൈം. പുറത്ത് നല്ല ഇരുട്ടുണ്ടായിരുന്നു. മോർണിംഗ് തന്നെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ പെയ്ത് തോർന്ന് ഇങ്ങനെ കിടക്കുക. അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. സാധാരണ ദിവസം ഉറക്കം വരത്തില്ല, പക്ഷേ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ. നോർമലി ഉറക്കം കുറച്ച് കൂടുതലായിരിക്കും. വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ആ ചേട്ടൻ്റെ ഡ്രൈവിങ് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതേപോലെ പോയത്. അപ്പോൾ അവിടെ ചെല്ലാറായപ്പോഴത്തേക്കും മോർണിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാനൊരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കും ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 1 hour ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു റിസോർട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവർ അവിടുത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഷൂട്ടിന് തന്നെയാണ് പോയത്, ഞാൻ മറന്നുപോയി. അവിടെ ചെന്നതെല്ലാം കണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ. പിന്നെ കണ്ണാടി കണ്ടാൽ വിടലില്ലല്ലോ, എന്തായാലും ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോസ് ഉറപ്പാണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് അതുവഴി കുറേ നേരം നടന്നേ പിന്നെയാണ് കേട്ടോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടാലും മതിയാവാത്ത രീതിക്കാണ്. നല്ല രസമുണ്ടായിരുന്നു. മോർണിംഗ് തന്നെ നമ്മളങ്ങനെ മോർണിംഗ് ഒക്കെ വളരെ ചുരുക്കമല്ലേ എണീക്കൽ. അപ്പോൾ ഇതാണ് എനിക്ക് ഡ്രേപ്പ് ചെയ്യാനുണ്ടായിരുന്ന സാരി. ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു സമയമായിട്ടോ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതിന് മുന്നേ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ്, മഴ, ഇടയ്ക്ക് വെയിൽ, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ ടോയ്ലറ്റ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ്. ഇവിടെയൊക്കെ നിന്ന് കുളിക്കാനൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ വെറുതെ കണ്ടപ്പോൾ കൗതുകം കൊണ്ട് എടുത്താണ് കേട്ടോ. ഇതാണ് ആ പുഴ. എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത് തന്നെ സ്വിമ്മിങ് പൂളുണ്ട്. നമുക്കിപ്പോൾ അതിലത് ചാടാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ കാണുക എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞൊരു ബ്രേക്കായി ചായ. അവിടുന്ന് ചായ കിട്ടുന്നത് വലിയ കപ്പിലായിരുന്നു കേട്ടോ. കപ്പിൽ ഒരു ചായ കുടിച്ചാൽ മതിയായിരിക്കും വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തില്ല കേട്ടോ, അത് തന്നെ ഒരു ഭാഗ്യം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്നത് ഞാൻ പുട്ടും, അവിടെ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പുട്ടും കടലക്കറിയും, കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് ജ്യൂസൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഷൂട്ടിലേക്ക് കടന്നു. അത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മോർണിംഗ് തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മടിയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ല സുഖമാണ് കേട്ടോ. ഇത് 2ാമത്തെ സെക്ഷനാണ്. ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നു. ഫുഡ് കഴിച്ചതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നിന്ന റിസോർട്ടിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് പോയിട്ട് കേട്ടോ. അവിടെ ഒരു മനയുണ്ട്. മന പോലത്തെ മനയാണ്. പിന്നെ ഒരു അമ്പലം, അങ്ങനത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഷൂട്ടിന് വേണ്ടി നമ്മൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഈ കാണുന്നത് ഒരമ്പലമാണ് കേട്ടോ. ഒരു കാടിൻ്റെ നടുക്കുള്ള അമ്പലം ആണ്. അവിടെ വെച്ചിട്ടായിരുന്നു ബാക്കി ഷൂട്ട് ഉണ്ടായിരുന്നത്. അതും നല്ല രസമായിരുന്നു കേട്ടോ ഈ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൂക്കിയിടാനായിട്ട് നമുക്ക് ഹാങ്കർ അങ്ങനെ അവിടെ വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മരത്തിൻ്റെ ഇതിൽ കൂടെ കേട്ടോ ഡ്രസ്സെല്ലാം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി നേരം ഷൂട്ട് പോയില്ല കേട്ടോ. അവിടെ അവർ സമ്മതിച്ചില്ല നമുക്ക് കുറേ ടൈമൊന്നും. പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു റിസോർട്ടിലേക്ക് വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടുത്തെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5:30 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചു. അവിടെ നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് അതേപോലെ പിന്നെയും എന്താ പറയുക, നല്ല കാറ്റും ഇതൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നത്തില്ല. നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ. ഞാനൊരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും റൂമിലെത്തി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നടന്നൊക്കെ ആയിട്ട് കുറേ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ എത്ര ഉള്ളൂ. അപ്പം ശരി, ബായ്.